ദേവിയുടെ മറ്റ് കത്തുകളും ഈ കത്തുമായി ഞാൻ ചെന്നു. ആകെ കൂടി വിഷമം എൻ്റെ ഞരമ്പുകളിൽ കൊടുങ്കാറ്റുളവായതുപോലെ. വലതു കൈയുടെ മുട്ടിനു മുകളിൽ ഉരത്തിന് താഴെയുള്ള ഭാഗത്ത് കഴപ്പ്. വിഷം കയറി നിൽക്കുന്നതുപോലെ വലതു കാലിൻ്റെ മുട്ടിന് താഴെയും പള്ളയ്ക്കും. ഇടതു കാലിലും ഇടതു പള്ളയ്ക്കും എല്ലായിടവും ദേവിയുടെ വികാരങ്ങളാണ്. ദേഷ്യത്തോടെ എന്നെപ്പറ്റി ചിന്തിക്കുകയായിരിക്കണം. എങ്കിലും ഞാൻ പതിവുള്ള സ്ഥലത്ത് ചെന്ന് നിന്നു. ദേവി വണ്ടിയിൽ വരുന്നുണ്ടായിരുന്നു. എന്നെ കണ്ടു വണ്ടി നിർത്തിയില്ല. നേരെ കോളേജിലേക്ക് പോയി. കുറേ നടന്ന് ഞാനും ഒരു വണ്ടി പിടിച്ചു ചെന്നു. ദേവി അകത്ത് കടന്ന് വരാന്തയിൽ നിൽക്കുന്നു. ഞാൻ കയറി ചെന്ന് എഴുത്തുകളെല്ലാം ഒരു പുസ്തകത്തിൽ വെച്ച് കൊടുത്തു. എല്ലാമുണ്ട്. ദേവി വാങ്ങിച്ചു. ഞാൻ പോന്നു. എനിക്ക് ദേഷ്യം. ഞാൻ ബാങ്കിൽ ചെന്ന് കുറേ പണം വാങ്ങി. ഒരു സുഹൃത്തിനെ കാണാൻ അയാളുടെ പുതിയ പ്രസ്സിൽ പോയി. ഞങ്ങൾ വളരെ സംസാരിച്ചു. ദേവിയുടെ ചിന്ത എന്നിൽ വന്നുകൊണ്ടിരുന്നു. സന്തോഷത്തിൻ്റെയും ദേഷ്യത്തിൻ്റെയും കൊച്ചു എന്നു പേരായ ഒരു പെൺകുട്ടി വന്നു. പരിചയപ്പെട്ടു. അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരാൻ പോകുന്നു. ഞാൻ കുറേ താല്പര്യം കാണിച്ചു. ഓ, അതാണ് ഇത്ര പ്രേമം കൊച്ചുവിനോട്, സുഹൃത്ത് പറഞ്ഞു. ഞങ്ങൾ വളരെ കളിത്തമാശകൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പുതിയ മാസിക ഉദ്ധാരണത്തിന് എൻ്റെ എല്ലാ സഹായവും ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇറങ്ങി. ദേവിയെ മറക്കാൻ ശ്രമിച്ചു, വെറുക്കാനും. ആകെ മനസ്സിനൊരു വിഷമം. ഒരു മേഘം മൂടിയതുപോലെ ഞാൻ വഴിക്ക് പല പെണ്ണുങ്ങളെയും നോക്കി താമസ സ്ഥലത്ത് വന്നു. സന്ധ്യ വരെ മനസ്സുഖമില്ലായിരുന്നു. അയൽപ്പക്കത്തെ ഒരു യുവതിയെ ഇന്ന് ആദ്യമായി സൂക്ഷിച്ചു നോക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ ദേവി വിളിക്കുന്നത് മാതിരി വലതു പള്ളയ്ക്ക് വേദനയുടെ ഒരു പ്രകാശം പോലെ. ഞാൻ വെളിയിൽ ഇറങ്ങി. സന്ധ്യയായി തുടങ്ങിയിരുന്നു. ക്ഷേത്രത്തിൻ്റെ അടുത്ത് ദേവി ഭഗവത് ദർശനവും കഴിഞ്ഞു പോകുന്നു. ഞാൻ പിറകെ ചെന്നു. ഇടവഴിയിൽ നിൽക്കുന്നു. ഞാൻ ചിരിച്ചു. എന്താ, മനസ്സിന് സമാധാനമായോ? ദേവി ഊറി ഓർത്ത് ചിരിച്ചു. നാടകത്തെ പറ്റി പറഞ്ഞു. ഞാൻ 3:30 മണിക്ക് പത്മാവതിയും ഒന്നിച്ച് പ്രസ്സിൽ വരാം. കുറേ നാടകങ്ങൾ വേണം. വിപ്ലവം ഒന്നും വേണ്ട. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞു. മറുപടി നാളെ തരുമോ? ദേവി പറഞ്ഞു. എന്നെ അങ്ങനെ വലിച്ചു കുടിക്കാൻ പോകുന്ന മട്ടിൽ നോക്കല്ലേ. ഞാൻ വീണ്ടും എഴുത്ത് അഞ്ജലിയിൽ അയക്കാം. ഞാൻ പോകട്ടെ? വേണ്ട. ദേവി നിന്നു. എനിക്ക് വലിയ ആഗ്രഹം തേൻകുടത്തിനെ ഒന്ന് തൊടാൻ. ഞാൻ ഉരത്തിൽ പിടിച്ചു. എന്നിട്ട് ഞാൻ തിരിഞ്ഞു നടന്നു. പിന്നെയും ഞാൻ വിളിച്ചു. നിൽക്ക്. ദേവി നിന്നു. ഞാൻ ചെന്നു. ദേവി, കൈയൊന്ന് കാണട്ടെ. നോട്ട് നൗ. ഇപ്പോൾ? ഞാൻ വലതുകരം ഗ്രഹിച്ച് പുറത്ത് ഗാഠമായി ഒന്ന് ചുംബിച്ചിട്ട് പോന്നു. വഴിക്ക് കണ്ടതിനൊക്കെ ചുംബിക്കാൻ തോന്നി. മുറിയിൽ വന്ന് ഗ്രാമഫോൺ പാടിച്ചു. റെക്കോർഡ് ചുംബിക്കാൻ തോന്നി. അവളുടെ സഹോദരൻ വന്ന് പാട്ട് കുറേ കേട്ട് കഴിഞ്ഞ് തറവാട്ടം എന്ന പുസ്തകം ചേട്ടത്തിക്ക് എന്ന് പറഞ്ഞു കൊടുത്തു. രാത്രി ദേവിയുടെ ഉള്ളിൽ കൊടുങ്കാറ്റ് ഉണ്ടാകുന്നുണ്ടായിരിക്കും. രാത്രി എനിക്കുറക്കം വന്നില്ല. പ്രേമം എൻ്റെ ഹൃദയം കവിഞ്ഞു. ശരീരം ആകെ വ്യാപിച്ചതുപോലെ. ദേവിയുടെ സത്ത എന്നിൽ വ്യാപിച്ചതുപോലെ. ഞാൻ 1,00,000 പ്രാവശ്യം തലയണയെ ഉമ്മ വച്ച് കെട്ടിപ്പിടിച്ചു. 2 മണിക്ക് പ്രസ്സിലെത്തി. 5 മണിയായിട്ടും ദേവിയെ കണ്ടില്ല. എന്നെ വെറുക്കരുതേ എന്നുള്ള ദേവിയുടെ ആവലാതി പോലെ എൻ്റെ വലതുവശം വേദനയോടെ വിങ്ങി ജ്വലിച്ചുകൊണ്ടിരുന്നു. സന്ധ്യയ്ക്ക് ഞാൻ ദേവിയുടെ വീടിനടുത്ത് ചെന്നു. വേറൊരു സ്ത്രീയും ഒരു പുരുഷനും കൂടെ വരുന്നത് കണ്ടു. എന്നെ ആരും കണ്ടില്ല. ദീപസ്തംഭം മഹാശ്ചര്യം എന്ന് ദേവി പറയുന്നത് കേട്ടു. അവർ എങ്ങോട്ട് പോയി? വിഷാദത്തോടെ ഞാൻ തിരിച്ചു പോന്നു. എനിക്ക് ദേവിയോട് പ്രേമമുണ്ടോ? അതോ ദേവിക്ക് എന്നോടുള്ള പ്രേമമാണോ എന്നെ പിടികൂടിയിരിക്കുന്നത്? ദേവിക്ക് എന്നോടുള്ള പ്രേമം ചത്തു എന്ന് തോന്നുന്നു. എനിക്ക് ദേവിയോടുള്ള പ്രേമവും. അതോ ദേവിക്ക് ഇപ്പോഴും പ്രേമമുണ്ടോ? വല്ലാത്ത സംശയങ്ങൾ. ദേവിയെ വേദനിപ്പിക്കാനും കഠിനമായി വെറുക്കാനുമുള്ള കലശലായ ആഗ്രഹം എൻ്റെ ഹൃദയത്തിൽ കൊടുങ്കാറ്റ് വീശുന്നു. ഞാൻ ഇന്ന് പല യുവതികളെയും നോക്കി. ചെറുപ്പക്കാരിയും സുന്ദരിയുമായ ഒരു മോരുകാരി നായർ യുവതിയുമായി 1-2 മണിക്കൂർ സല്ലപിച്ചു. അവൾ 1-2 പഴുത്ത പച്ചക്കായി ചോദിച്ചു. ഞാൻ ആദ്യം കൊടുത്തില്ല. എങ്കിലും കുറേ കഴിഞ്ഞ് അവൾക്ക് കൊടുത്തു. വളരെ പ്രേമത്തോടെ എന്നെ കടാക്ഷിച്ചിട്ട് അവൾ പോയി. വലിയ മുലകളും വട്ടമുഖവുമുള്ള തടിച്ചു പൊക്കം കുറഞ്ഞ വെളുത്ത നമ്പൂതിരി യുവതി സാവിത്രി, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സഹോദരി. അവൾ ഇന്ന് 4 മണിക്ക് എന്നെ കണ്ട് വഴിയിൽ നിന്നു. അവൾക്ക് പുടവ വാങ്ങി കൊടുക്കണമെന്ന് പറഞ്ഞു. പുടവ എന്ന് പറഞ്ഞപ്പോൾ ജപ്പാൻ കോറമുണ്ടിൻ്റെ കാര്യമാണ് ഓർമ്മയിൽ വന്നത്. പെണ്ണിനെതിരാണ് കോറമുണ്ട്. പെർമിറ്റ് വാങ്ങി 2 സാരികളും വാങ്ങിക്കൊടുക്കണം. അങ്ങനെ ആവാമെന്ന് പറഞ്ഞു. അവളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. അവളുടെ ഭംഗിയുള്ള മുലകളിൽ ഒന്ന് തൊടാൻ തോന്നി. അവൾ മന്ദഹസിച്ചിട്ട് പോകും KSൻ്റെ വീട്ടിലേക്ക്. മടക്കത്തിൽ കാണുമോ? ഞാൻ വസ്ത്രം മാറി കാത്തിരുന്നു. ഒരമ്യാര്. അവൾ വേലിക്കെട്ടിനപ്പുറത്ത് നിന്ന് വളരെ നേരം നോക്കി. ഞാനും. അവൾക്ക് വായിക്കാൻ നോവൽ വേണം. ഒരു കൊച്ചു പെങ്ങൾ കുട്ടിയെ പറഞ്ഞയച്ചു. കൊച്ചഞ്ചത്തി എന്ന കഥാസമാഹാരം കൊടുത്തു. ദേവി എന്നെപ്പറ്റി ചിന്തിക്കുന്നു. വലതുഭാഗത്ത് കഴപ്പ് ശക്തിയോടെയല്ല. ഇല്ല, പ്രേമം ചത്തുപോയിരിക്കുന്നു. മറക്കൂ, എല്ലാം മറക്കൂ. ഈ പ്രേമ നാടകത്തിന് ഒരർത്ഥവുമില്ല. സ്ത്രീകളുടെ ഹൃദയം, പുരുഷൻ്റെ ഹൃദയം. ആ നമ്പൂതിരി യുവതി മടങ്ങി വന്നു. ഞങ്ങൾ സംസാരിച്ചു. അവളുടെ വലിയ മുലകൾ എൻ്റെ തൊട്ടടുത്ത്. മഹാകവിയെന്നാണ് അവൾ എന്നെ വിളിക്കുന്നത്. അവൾ എന്നെ കടാക്ഷിച്ചു പോയി. ദേവി ഇപ്പോൾ വിദൂരമായ വെറും ഒരു ഓർമ്മ പോലെ.
ഒരാശമ്മ വേലിക്കടുത്തിരുന്നു പുസ്തകം വായിക്കുന്നു. അവൾക്ക് ഒരു 20 വയസ്സ് കാണും. ഒരു പാട്ടുകാരിയുടെ മകൾ. വിവാഹിതയാണെന്ന് അയൽപ്പക്കാരിയുടെ കൊച്ചുമകൾ പറഞ്ഞു. സന്ധ്യയ്ക്ക് മുതൽ കലശലായ കാമം തോന്നിത്തുടങ്ങി. രാത്രി വിഷാദത്തോടെ പട്ടണത്തിലേക്ക് അലഞ്ഞു. ഏതെങ്കിലും വേശ്യാഗൃഹത്തിൽ പോകാൻ മനസ്സ് വന്നില്ല. ഞാൻ വേശ്യാഗൃഹങ്ങളിലൊന്നിലും പോയിട്ടില്ല. കറാച്ചി നഗരം ഓർമ്മ വന്നു. ഇലക്ട്രിക് ലൈറ്റ്, ആയിരക്കണക്കിന് സുന്ദരികളായ വേശ്യകൾ മുലകളും ചന്തിയും തുടകളും കാണിച്ചു കാത്തിരിക്കുന്നു. രാത്രി വല്ലാത്ത രാത്രി. 27:1:46. സന്ധ്യയ്ക്ക് ദേവിയെ കണ്ടു. വീട്ടിൽ പടിക്കൽ ചിന്താവിഷ്ടയായി ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ സംസാരിച്ചു. 28:1:46. 1 മണിയോടെ ദേവി എന്നെപ്പറ്റി ചിന്തിക്കുന്നതായി അനുഭവപ്പെട്ടു. വലതുവശത്തു ചുളുചുള കുത്തുന്നത് പോലെ. ദേവി എനിക്ക് മറുപടി എഴുതുകയായിരിക്കും. എന്താണാവോ മറുപടി? ഞാൻ തീരെ അവശനായിരിക്കുന്നു. ദേവിക്ക് വേണ്ടി ആരോഗ്യം സംരക്ഷിക്കുകയാണ്. ദേവി വരുമ്പോൾ ആരോഗ്യം ഉണ്ടായിരിക്കുകയില്ല. ഇങ്ങനെയേ വരൂ. എന്തു ചെയ്യാം? 29:1:46. ഇന്ന് കാലത്ത് വല്ലാത്ത ക്ഷീണം കാലത്ത് തന്നെ ദേവിയുടെ ചിന്ത വന്നു. ചിതറിയ ചിത്രങ്ങൾ പകൽ മുഴുവനും 4 മണിക്ക് കണ്ടു. അവശയായിരിക്കുന്നു. സംസാരിച്ചു. എഴുത്തിനെ പറ്റിയും മറ്റും. കേസിൻ്റെ തൂവാലയാണ് ദേവി ഉപയോഗിക്കുന്നത്. എനിക്ക് വേറെ തരാം. ഞാൻ എഴുതി വച്ചിരിക്കുന്ന വലിയ എഴുത്ത് കൊടുക്കുമോ? സന്ധ്യയ്ക്ക് വീണ്ടും കണ്ടു. കരുതിക്കുട്ടി കാണിച്ചതോ എന്തോ. ദേവി വല്ലാതെ അവശയായിരിക്കുന്നു. കോൺസെൻട്രേഷൻ ഇല്ല. ഞാൻ ദേവിയുടെ നോട്ട് ബുക്ക് കൊണ്ടുപോന്നു. രാത്രി 10 മണി വരെ ദേവിയെപ്പറ്റി ചിന്തിച്ചു. 30:1:46. സന്ധ്യയ്ക്ക് ദേവിയെ കണ്ടു. നോട്ട് ബുക്ക് തിരികെ കൊടുത്തു. എഴുത്തുണ്ടോ എന്ന് ചോദിച്ചു. നാളെ തരാമെന്ന് പറഞ്ഞു. രാത്രി 3 മണിവരെ ദേവിയുടെ ചിന്ത വന്നു. 31:1:46. ദേവിക്ക് ഒരു പുതിയ കത്തെഴുതി കൊടുക്കണമോ വേണ്ടയോ? KSന്റെ തൂവാലയാണ് ദേവിയുടെ പക്കൽ കണ്ടത്. ഭാര്യയും കുട്ടികളുമുള്ള KSന്റെ തൂവാല. KSും ദേവിയുമായി എന്ത് ബന്ധം? മുമ്പൊരിക്കൽ എന്നെയും ദേവിയെയും ഒരുമിച്ച് കണ്ടപ്പോൾ KS എന്താണ് വല്ലാതെ ആയത്? മുഖം വിളറാൻ കാരണം? പിന്നീടൊരിക്കൽ എന്നെ KSന് ഇഷ്ടമില്ലെന്ന് ദേവി പറയാൻ കാരണം? KS ദേവിയെ സ്നേഹിക്കുന്നുണ്ടോ? ദേവി KSനെ സ്നേഹിക്കുന്നുണ്ടോ? ഹൃദയം വിശാലമായ ഒരു സാമ്രാജ്യമാണ് എന്ന് ദേവി എഴുതിയിരുന്നു. ഞാൻ എന്താണ് വേണ്ടത്? എൻ്റെ എല്ലാ എഴുത്തുകളും ദേവിയുടെ പക്കലുണ്ട്. ദേവിയുടേതെല്ലാം ഞാൻ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ഇനിയും ഒന്നുകൂടി കൊടുക്കണമോ? വെറും സംശയങ്ങൾ. പുതിയ സംഭവം. ആളൊഴിഞ്ഞ ഇടവഴി. 2 വശവും ഉയർന്ന മതിൽ. സമയം സന്ധ്യ. മോഹനമായ മധുരകാവ്യമായി ദേവി. തൂവെള്ള വസ്ത്രം. മതിൽ ചാരി ദേവി നിൽക്കുന്നു. ഞാൻ ആദ്യമായി സരസ്വതി ദേവിയെ ചുംബിച്ചു. ഞാൻ നടക്കാൻ പോയിട്ട് വരുന്ന വഴിക്ക് ദേവി എതിരെ വരുന്നു. കോവിലിൽ പോയിട്ട് വേറെ കുറേ സ്ത്രീകളും ഉണ്ടായിരുന്നു. ദേവി ഇടവഴിയിലേക്ക് കയറി. ഞാനും പിറകെ ചെന്നു. ദേവി എന്ന് വിളിച്ചു. ദേവി തിരിഞ്ഞു നിന്നു. അന്നത്തെ മാതിരി ഒന്നും ചെയ്യരുത്. എഴുത്ത് കൊണ്ടുവന്നോ? ഇല്ല, ഞാൻ പോകുന്നു. എഴുത്ത് വേണ്ട. ഞാൻ തിരിഞ്ഞു നടക്കാൻ ഭാവിച്ചു. വരൂ. ദേവി കുറേ കൂടി നടന്നു. ഭിത്തി ചാരി നിന്നു. അങ്ങൊന്നും ഇങ്ങൊന്നും ഏത് നിമിഷത്തിലും ആൾ വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട്. എനിക്കാകെ വിഷമം. നാളെ നമുക്കൊരിടത്ത് പോകാം. 10 മണിക്ക് ബസ് സ്റ്റാൻഡിൽ കാണണം. കാവിലേക്കുള്ള ബസ്സിൽ കയറണം. അവിടെ ചെന്നിറങ്ങുന്നതുവരെ എന്നോടൊന്നും പറയരുത്. വരാൻ വിഷമമുണ്ടോ? ഇല്ല. ദേവി കഴിഞ്ഞ രാത്രി എപ്പോൾ ഉറങ്ങി? ഞാൻ ഉറങ്ങാറില്ല. എന്താ? ഞാൻ 3 മണി വരെ ഉറങ്ങാതിരുന്നു. ദേവി, എനിക്ക് മനസ്സിന് സുഖമില്ല. ഞാൻ മുഖം പിടിച്ചടുപ്പിച്ചപ്പോൾ ദേവി കണ്ണടയെടുത്തു മാറ്റി. ഞാൻ കണ്ണുകളിൽ ചുംബിച്ചു. അയ്യോ കഷ്ടം ബഷീറേ, ദേവി പറഞ്ഞു. ഞാൻ വീണ്ടും ചുംബിച്ചു. മാറിൽ ഒന്ന് തലോടി. നാളെ നമുക്ക് പോകാം. ഞാൻ പോന്നു. ഇത്രയും എഴുതി. നാളെ എന്താണ് ഉണ്ടാവുക? 1:2:46. എൻ്റെ ശരീരവും എൻ്റെ ഹൃദയവും എല്ലാം ദേവിയെ സ്നേഹിക്കുന്നു. തങ്കം ഒരു കൊച്ചു കുഞ്ഞാണ്. 23 വയസ്സായെങ്കിലും BSc പാസ്സായെങ്കിലും ഒരു കൊച്ചു കുഞ്ഞാണ്. അവൾ അനേകം തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. എങ്കിലും ഞാൻ അവളെ സ്നേഹിക്കുന്നു. ഇന്ന് ഞാൻ കാലത്തെ ഉണർന്നു. സൂര്യോദയം ജനാലയിലൂടെ കണ്ടു. കക്കൂസിൽ പോക്ക്, പല്ല് തേക്കൽ, കുളി മുതലായവ കഴിച്ചു. ഷേവ് ചെയ്തു. ചായ കുടിയും കഴിച്ച് 4 കൈയുള്ള ശ്രീ സരസ്വതി ദേവിയുടെ ചിത്രമുള്ള ഒരു നോട്ട് ബുക്കുമായി നേരെ ബസ് സ്റ്റാൻഡിൽ പോയി. മണി 9 ആയിട്ടുള്ളൂ. സരസ്വതി ദേവി വരുമോ? ഞാൻ സംശയിച്ചു. ഓരോ നിമിഷവും സംശയിച്ചു. പക്ഷേ 10 മണിയായപ്പോൾ ദേവി റിക്ഷാ വണ്ടിയിൽ വരുന്നത് കണ്ടു. തനി സിൽക്ക് വസ്ത്രങ്ങൾ. വെള്ളക്കൈയിൽ ഒരു ലെതർ വാനിറ്റി കേസ്. മുടി പിന്നിക്കെട്ടിയിരിക്കുന്നു. എന്നെ കണ്ടപ്പോഴേ മന്ദഹസിച്ചു. കയറാം എന്ന് പറഞ്ഞു ബസ്സിൽ കയറി. ഞാൻ മുൻസീറ്റിലും ദേവി പിൻസീറ്റിലും ഇരുന്നു. എത്ര മനോഹരിയാണ് ദേവി! എന്തൊരു അന്തസ്സ്! ആ ചുണ്ട് എത്ര ഹൃദ്യമായിരിക്കുന്നു! ഞാൻ കൂടെ നോക്കി. ദേവി മന്ദഹസിച്ചു. പോകുന്ന സ്ഥലത്തെപ്പറ്റി എനിക്ക് ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. വഴിക്ക് എതിരെ വന്ന വണ്ടിയിൽ വെളുത്ത ഒരു ചെറുപ്പക്കാരൻ. ദേവിയുടെ അമ്മാവൻ്റെ മകൻ. പൊക്കോ, ഞാൻ വരാം എന്ന് ദേവി പറഞ്ഞു. ഏതാണ്ട് 1/4 മണിക്കൂർ കൊണ്ട് ദേവി ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വണ്ടി നിന്നു. ഇറങ്ങൂ എന്ന് ദേവി പതുക്കെ പറഞ്ഞു. ഞങ്ങൾ ഇറങ്ങി. പൊടിയിൽ മുങ്ങിയ ഒരു ഗ്രാമത്തിൻ്റെ നടുക്ക്. അവിടെ എങ്ങോട്ടാണ് പോകുന്നത്? ചുമ്മാ നടന്നുകൊണ്ട് സംസാരിക്കാനോ? ആളുകൾ എന്ത് വിചാരിക്കും? ആകെ കൂടി എനിക്ക് വല്ലായ്മ തോന്നി. ഞങ്ങൾ അടുത്തടുത്ത് തൊട്ടുരുമ്മി നടന്നു. ഇവിടെ എന്നെ അറിയുന്നവർ വളരെയുണ്ട് എന്ന് ദേവി പറഞ്ഞു. ദേവി ഇവിടെ ധാരാളം തവണ വന്നു കാണും. തനിച്ചായിരിക്കുമോ? നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്?
എൻ്റെ കൂടെ വരൂ. ഞങ്ങളുടെ കുടുംബ വീട് ഇവിടെ നിന്ന് 2.5 മൈൽ ദൂരെയാണ്. അവിടെ മൂത്ത ജ്യേഷ്ഠനും മറ്റുമുണ്ട്. വണ്ടിയിൽ പോയത് കരുണേട്ടനാണ്, അമ്മാവൻ്റെ മകൻ. എന്നെ കാണാൻ വന്നതാണ് കരുണേട്ടൻ. പലപ്പോഴും എനിക്ക് അദ്ദേഹത്തോട് അസൂയ തോന്നിയിട്ടുണ്ടായിരുന്നു. ദേവിയുടെ വീട്ടിൽ അവർ തൊട്ടു വളരെ നേരെ ഇരുന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കരുൺ ഇപ്പോൾ വീട്ടിൽ ചെന്ന് എന്നെ കാത്തിരിക്കും. ഇവിടെ ഉണ്ടെന്ന് പറയുന്ന വീട്, ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വീട് കുടുംബമല്ല. ആ വീടും പറമ്പും എനിക്കുള്ളതാണ്. ഞങ്ങൾ നടന്നു. ദേവി എൻ്റെ കുടയ്ക്ക് കീഴിൽ. ഉൾനാടാണ്, ജനസഞ്ചാരം അധികമില്ല. വാസസ്ഥലങ്ങളും കശുമാവിൻ തോട്ടങ്ങളിലൂടെയായിരുന്നു വഴി തെറ്റിപ്പോയോ എന്തോ ഞാൻ ചോദിച്ചു. ദേവിക്ക് എന്താണ് എന്നോട് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ബഷീറിന് എന്താണ് പറയാനുള്ളത്? പറയാം. എന്തായാലും എന്നെ വെറുക്കരുത്, ഞാൻ ചോദിച്ചു. ദേവി, അഞ്ജനും സൗമിനിക്കും മറ്റും അറിയുമോ നമ്മുടെ കാര്യം? ഇല്ല. അവൻ ഊഹിച്ചു കാണും. സൗമിനി ചോദിക്കാറുണ്ടായിരുന്നു, KSുമായിട്ട് തെറ്റിയിട്ട് പിന്നെ എന്തിനാണ് ബഷീറിന് ദിവസവും അവിടെ വരുന്നതെന്ന്. KSുമായിട്ട് ഞാൻ തെറ്റിയിട്ടാണ് വീട്ടിൽ നിന്ന് ഞാൻ പോയതെന്ന് ആര് പറഞ്ഞു? KS എന്തോ പറഞ്ഞു. ദേവി ചോദിച്ചോ? ഞാൻ ചോദിച്ചു. ഞാൻ മദ്രാസിൽ പോയത് ബഷീറിനെ കാണരുതെന്ന് കരുതിയാണ്. ദേവി വരുമ്പോൾ എന്നെ കാണരുതെന്ന് കരുതി ഞാൻ പോയി. KSായിട്ട് തെറ്റിയിട്ടില്ല. പെട്ടെന്ന് കശുമാവൻ തോട്ടങ്ങൾ കണ്ടു തുടങ്ങി. ഒന്നിൽ ഞങ്ങൾ പ്രവേശിച്ചു. ദേവി ഒന്നിൻ്റെ താണ കൊമ്പിലിരുന്നു. താഴത്ത് നിലത്ത് ഞാനും. ദേവി വാനിറ്റി ബാഗിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് എനിക്ക് തന്നു. ചേട്ടൻ എനിക്ക് വലിക്കാൻ തന്നതാ. ദേവി, സിഗരറ്റ് വലിക്കുമോ? ഇല്ല, ചുമ്മാ. ഞാൻ എടുത്തു വെച്ചു. എൻ്റെ പക്കൽ തീപ്പെട്ടില്ലായിരുന്നു. വെയിലത്ത് നടന്നു വന്നുകൊണ്ട് നല്ല ദാഹവും ഉണ്ടായിരുന്നു. ദേവി പറഞ്ഞു, എനിക്ക് ദാഹം തോന്നുന്നു. ഞാൻ മാവിലൊക്കെ നോക്കി. മാങ്ങയില്ല, പൂത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. പെട്ടെന്ന് ഒരു സ്ത്രീ മരങ്ങളുടെ ഇടയിലൂടെ ഞങ്ങളെ വല്ലാതെ നോക്കുന്നു. ദേവി എണീറ്റ് ചോദിച്ചു, ഈ മാവിൻതോട്ടം ആരുടേതാ? ഇത് ഞങ്ങളുടേതാണ്. ഞങ്ങൾക്ക് കുറച്ച് വെള്ളം, ശകലം തീയും തരാമോ? ഞങ്ങൾ കുറച്ച് സമയം ഇവിടെ ഇരിക്കുന്നതിലും വിരോധമുണ്ടോ? ഇല്ല. തീയും വെള്ളവും ആ സ്ത്രീ കൊണ്ടുവരാമെന്നും പറഞ്ഞാണ് പോയത്. പക്ഷേ ഞങ്ങളെന്തോ തകരാറുകാരാണെന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ട്. അവൾ ഞങ്ങൾക്ക് തീയും വെള്ളവും തന്നില്ല. ഞങ്ങൾ കുറേ സമയം അവിടെ ഇരുന്നു. ഞാൻ KSനെ പറ്റി ചോദിച്ചു. KSും എനിക്ക് ആയിട്ടൊന്നുമില്ല. സ്നേഹമായിരുന്നു, എന്തോ ഇപ്പോൾ ഇല്ല. ഞാൻ കാരണമായിരിക്കും. എന്തൊരു കുഴപ്പമാണ്. ആ മനുഷ്യന് നല്ലൊരു ഭാര്യയുണ്ട്, കുട്ടികളുമുണ്ട്. ഒന്നുമില്ലാത്ത എനിക്ക് എൻ്റെ ദേവിയോട് മിണ്ടാൻ വയ്യ. അസൂയ. ഞാൻ ദേവിയുടെ മുടിയിൽ നോക്കി. ദേവി, എനിക്ക് ആ മുടിയിലൊന്ന് ചുംബിക്കണമല്ലോ. ഛേ, അതൊന്നും പറയരുത്. ആ കൊള്ളാം. ദേവി എന്നെ സ്നേഹിക്കുന്നില്ല. ദേവിയെപ്പോലെ ഒരു കിനാവിനെ എനിക്ക് സ്നേഹിക്കാൻ സാധിക്കുകയില്ല. എൻ്റെ ആത്മാവ് അറിയണം, തൊടണം. ദേവി താഴെ എൻ്റെ അടുത്ത് വന്നിരുന്നു. ഞാൻ വിരലിൽ പിടിച്ചു. ഞാൻ ദേവിയുടെ ഉള്ളം കയ്യിൽ ചുംബിച്ചു. ഇന്നലെ സന്ധ്യയ്ക്ക് എന്നെ ചുംബിച്ചില്ലേ? ഞാൻ ബോധം കെട്ട് വീണുപോയി. ഞാൻ സ്തംഭിച്ചു പോയി. ദേവി അങ്ങ് നടക്കുന്നത് കണ്ടിട്ടാണല്ലോ ഞാൻ പോകുന്നത്. ഞാൻ നടന്നു. കൽപ്പടവിൽ ചെന്ന് കിടന്നു. ചേട്ടൻ വന്ന് വിളിച്ചു കൊണ്ടുപോയി. ഇങ്ങനെ ആയാൽ എങ്ങനെയാണ്? എന്നോട് എന്തോ പറയാനുള്ളത്. ദേവി എന്നെ സ്നേഹിക്കുന്നു. പറഞ്ഞല്ലോ അത്. ദേവി എൻ്റെ ഭാര്യയായി തീരണം. പ്രതിബന്ധങ്ങൾ വളരെയുണ്ടെങ്കിലും അമ്മയ്ക്ക് എൻ്റെ ഒരു ആശ്വാസം മാത്രമേ ഉള്ളൂ. എനിക്കും അമ്മയില്ലേ? ബഷീറിൻ്റെ അമ്മ എന്നെ വെറുക്കുമോ? എൻ്റെ ദേവിയെ വെറുക്കില്ല. എന്നാലും സാധ്യമല്ല. എന്ന് വിചാരിച്ചാൽ സാധ്യമല്ല. വേണമെന്ന് വിചാരിച്ചാൽ സാധ്യമാവും. ദേവി പറഞ്ഞു, നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. സുഖമെന്ന് പറഞ്ഞാൽ എൻ്റെ കഴിവറിയാമല്ലോ. എന്നേക്കാൾ സുഖമായിട്ട് എൻ്റെ ഈശ്വരിയെ ഞാൻ സംരക്ഷിക്കും. എഴുത്തിൽ ചോദിച്ചിരുന്നില്ലേ മലബാർ വിടാൻ കഴിയുമോ എന്ന്? ദേവിയുടെ കൂടെ എവിടെയും വരാം. ആദ്യം നമ്മുടെ വിവാഹം നടക്കണം. ദേവിക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കും. ആഹാരം, വസ്ത്രം, വിശ്വാസം, എല്ലാം ദേവിക്ക് ഇഷ്ടമുള്ളത്. ദേവി ചിന്താനിമഗ്നയായിരുന്നു. ഞാൻ വിളിച്ചു, നാദേ. എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഉവ്. പിന്നെന്താ മടി? അമ്മ മരിക്കും, അച്ഛൻ ആത്മഹത്യ ചെയ്യും, കുടുംബം ആഭിജാത്യം. ഞാൻ അതുവരെ വെയിലത്തായിരുന്നു ഇരുന്നത്. ഞാൻ അതറിഞ്ഞില്ല. ദേവി പറഞ്ഞു, വെയിൽ കൊള്ളണ്ട. ഞാൻ കുറച്ചു മാറിയിരുന്നു. ദേവി തൂവാല തലയിലിട്ടു. ഞങ്ങളെ നോക്കിക്കൊണ്ട് 2 കുട്ടികൾ ദൂരെ നിൽപ്പുണ്ടായിരുന്നു. വെള്ളവും തീയും തരാമെന്ന് പറഞ്ഞിട്ട് പോയ സ്ത്രീയുടെ മക്കൾ. ഞാൻ ഒന്നിനെ വിളിച്ച് പറഞ്ഞു, കുട്ടി, നീ പോയി ശകലം തീ കൊണ്ടുവരൂ, വെള്ളവും. ദേവി പറഞ്ഞു, അങ്ങനെ ആജ്ഞാപിക്കല്ലേ, ഞാൻ പറയാം. ദേവി എണീറ്റ് ഒരു കുട്ടിയെ വിളിച്ചു. തൂവാലയുടെ തുമ്പിൽ നിന്നും അഴിച്ച് ഒരു നാണയം വെച്ച് നീട്ടി. കുട്ടി വാങ്ങാൻ മടിച്ചു. ഒടുവിൽ വാങ്ങി. ചെന്ന് തീയും വെള്ളവും കൊണ്ടുവരൂ. കുട്ടികൾ പോയി. ഞാൻ എണീറ്റു. ദൂരെ പോയി മൂത്രം ഒഴിച്ചു. തിരിച്ചു ദേവിയുടെ അടുത്ത്. ദേവി തൂവാല തലയിലിട്ടിരുന്നു. അതൊരു അസുഖകരമായ ചിത്രമായി. ആ തൂവാല എടുക്കൂ ദേവി. ചിത്രം സുഖമല്ല. ദേവി എടുത്തു. KSൻ്റെ തൂവാലയാണോ? അഞ്ജൻ മാറിക്കൊണ്ട് വന്നതാണ്. അത്രയേ ഉള്ളല്ലേ? ഞാൻ വീണ്ടും കയ്യിൽ ചുംബിച്ചു. നിങ്ങൾ തമ്മിൽ ഒന്നുമില്ലല്ലോ. എന്നോട് വലിയ സ്നേഹമായിരുന്നു. ഇപ്പോൾ എന്തോ? ഞാൻ കാരണമായിരിക്കും. എന്തായാലും ആ മനുഷ്യൻ അത്ര നല്ല ആളല്ല. അച്ഛൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വിവാഹ കാര്യം ഞങ്ങളുടെ കുടുംബത്തിലുള്ള സ്ത്രീകളെ തമ്പുരാക്കന്മാർക്കേ കൊടുത്തിട്ടുള്ളൂ. അത് സംബന്ധമായി വല്ലതും നോക്കാൻ KSനോട് പറഞ്ഞു കാണും. KS വിളിച്ച് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു,
അത് സംബന്ധമായി അത്തരം വിഷയത്തെപ്പറ്റി എന്നോടൊന്നും പറയണ്ടെന്ന്. എന്തെല്ലാം പറഞ്ഞു കാണും? എനിക്ക് മുമ്പേ പരിചയമുള്ളതാണ്. രാവും പകലും ദേവി അവിടെ പോയി കാണും. നമുക്ക് നടക്കാം, ദേവി പറഞ്ഞു. ഞങ്ങൾ എണീറ്റു. വെള്ളവും തീയും ആരും കൊണ്ടുവന്നില്ല. ഈ കച്ചവടത്തിൽ നമുക്ക് 2 നഷ്ടം. ഇല്ല, ദേവി പറഞ്ഞു. 1.5 ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഞങ്ങൾ വേറൊരു കശുമാവിൻ തോട്ടത്തിൽ കയറി. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ദേവി ഇരുന്നു. അടുത്ത് എനിക്കും സ്ഥലമുണ്ടാക്കി. ഞാൻ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഞാൻ മുഖം കയ്യിലെടുത്തപ്പോൾ ദേവി കണ്ണട താഴ്ത്തി വെച്ചു. ഞാൻ ദേവിയുടെ 2 കണ്ണുകളിലും ചുംബിച്ചു. ചുണ്ടിലും കഴുത്തിലും മാറിടങ്ങളിലും ആലിംഗനഭദ്രായി ഞങ്ങളിരുന്നു. അപ്പോൾ ദേവി ചോദിച്ചു, സാവിത്രിയെ കാണാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. എന്നോട് പുടവ കൊടുക്കാൻ പറഞ്ഞു. പെട്ടെന്ന് ഞെട്ടിത്തെറിച്ച് മാതിരി ദേവി ചോദിച്ചു. എന്നിട്ട്? ഞാൻ പറഞ്ഞു, ജപ്പാൻ കോറത്തുണി റേഷൻ വാങ്ങാമെന്ന്. ദേവി പറഞ്ഞു, എന്നാലേ അതല്ല. അവൾ പറഞ്ഞത് അവളെ കല്യാണം കഴിക്കാനാണ്. അവൾക്ക് എന്നോട് വിരോധമുണ്ട്. അവൾ ഇടയ്ക്കിടെ വീട്ടിൽ വന്ന് അച്ഛനോടും അമ്മയോടും വർത്തമാനം പറയാറുണ്ട്. അവളെ സൂക്ഷിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ വീട് മാറുകയാണ്. ഇവിടെ നിന്നും 1.5 മൈൽ ദൂരെ മജിസ്ട്രേറ്റ് കോടതിയുടെ അടുത്ത് ഇടവഴിയിൽ ഒരു മാളിക. താഴെ ഹോട്ടൽ. മുകളിൽ 2 മുറികൾ. അതിലൊന്ന് ഒരു വക്കീലിൻ്റെ ഓഫീസാണ്. മറ്റേ മുറി ഞാൻ വാടകയ്ക്കെടുത്തു. താക്കോൽ വാങ്ങി. അടുത്ത് തന്നെ മാറും. ദേവിക്ക് വരാൻ സൗകര്യമുണ്ടല്ലോ. നല്ല കാര്യം. ഞങ്ങൾ വീണ്ടും നടന്നു. വഴി നിശ്ചയമില്ലായിരുന്നു. ദാഹിക്കുന്നല്ലോ ദേവി എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും ചുണ്ട് കടിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ ദേവി പറഞ്ഞു, ചുണ്ട് വേദനിക്കുന്നു. ഞങ്ങൾ നടന്നു. ഭാര്യ ഭർത്താക്കന്മാരെ പോലെ. ദേവി ഒരു കുഞ്ഞിനെ പോലെ, വളരെ സുന്ദരി. ഞാൻ വിളിച്ചു, പ്രിൻസസ്. എത്ര മനോഹരമായ ശബ്ദം. ഒരു വളവ് തിരിഞ്ഞപ്പോൾ മനോഹരമായ കാഴ്ച. തുറസ്സായ ഭൂവിഭാഗം ഉന്നതമായ മലയടിവാരത്ത് ചെന്നെത്തുന്നു. മനോഹരമായിരിക്കുന്നല്ലോ ദേവി. ഞങ്ങൾക്ക് ഒരു കുന്നുണ്ട് അടിവാരത്ത്. 4,500 പറ നെല്ല് കിട്ടുന്ന വയലും. ആ കുന്ന് എനിക്ക് തന്നേക്കൂ. നമുക്കൊരു വീട് പണിയാം അവിടെ. കുറേ കഴിഞ്ഞ് ദേവി എനിക്ക് മോതിരം തരണം. DB എന്ന് അകത്തു കൊത്തിക്കണം. അന്ന് വേണ്ടെന്ന് പറഞ്ഞത് കാരണം. ആട്ടെ, ഞാൻ തരാം. വീണ്ടും ഞങ്ങൾ നടന്നു. വഴിക്ക് ഒരു വിറക് വെട്ടുകാരനെ കണ്ടു. അയാളോട് ദേവിക്ക് പോകേണ്ട വീട്ടിലേക്കുള്ള വഴി ചോദിച്ചു. അയാൾക്ക് അതിനടുത്തു കൂടിയാണ് പോകേണ്ടത്. ദേവി അയാളുടെ പിറകെ പോയി. തിങ്കളാഴ്ചയെ വരൂ എന്ന് പറഞ്ഞു. ഞാൻ മടങ്ങിപ്പോന്നു. 2:46. ഇന്നു 2 മണിക്ക് ഞാൻ പ്രസ്സിലിരിക്കുമ്പോൾ ദേവി വണ്ടിയിൽ പോകുന്നു. എന്നെ നോക്കി മന്ദഹസിച്ചു. ചുണ്ട് കർച്ചീഫ് കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. എന്ത്, ചുണ്ട് മുറിഞ്ഞോ? ഇന്ന് തന്നെ വരാൻ കാരണം? ഞാൻ വെളിയിലേക്കിറങ്ങി. ഉടനെ പിറകിൽ നിന്നൊരു ശബ്ദം. എങ്ങോട്ടാ? അത്യാവശ്യമായി. ദേവിയുടെ അനുജനും കരുണനും പിറകിൽ. ഞാൻ ലജ്ജിച്ചു പോയി. എങ്കിലും അത് കാണിക്കാതെ ഞാൻ നേരെ നഴ്സിംഗ് ഹോമിൽ സൂപ്പ് കുടിക്കാൻ പോകുന്നു. വരുന്നോ എന്ന് പറഞ്ഞ് നടന്നു. ഇല്ല, ദേവിയുടെ അനുജൻ പറഞ്ഞു. വൈകിട്ട് വീണ്ടും കണ്ടു. തുണി സാമാനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നു. 3 പേരും കരുണൻ്റെ സഹോദരിക്ക് കല്യാണം. ഞാൻ ഖദർ സ്റ്റോറിൽ നിന്ന് ഒരു ഷർട്ടിങ്ങും വാങ്ങി വരികയായിരുന്നു. ദേവി പറഞ്ഞു, ബഷീറിനോട് അത് വാങ്ങൂ. അനിയ, ഞാൻ ബഷീറിന് വേറെ വാങ്ങിക്കൊടുക്കാം. അനുജൻ്റെ മുഖം കറുത്തു. ഒടുവിൽ വാങ്ങിച്ചു. വേറെ ആർക്കോ കൊടുക്കാനാണ്. താമസ സ്ഥലത്ത് മടുത്തപ്പോൾ ദേവിക്ക് 2 പുസ്തകം വേണം. മോഹവും മുക്തിയും കണ്ണശ്ശ രാമായണവും. കൊടുക്കാമെന്ന് പറഞ്ഞു. ദേവിയുടെ മനോഹരമായ ഇളം ചുവപ്പ് ചുണ്ടുകൾ. ഇനി എപ്പോൾ അതിൽ ചുംബിക്കാൻ സാധിക്കും? 3:46. ഇന്ന് ഉച്ചയ്ക്ക് ദേവിയെ കണ്ടു. കണ്ട ഉടനെ എന്നെ കടാക്ഷിച്ചു. വെളിയിൽ വന്ന് സംസാരിച്ചു. സാധാരണ മട്ട്. എത്ര ക്ഷീണിച്ചിരിക്കുന്നു. സത്തയെല്ലാം വാർന്ന് ചണ്ടിയാകാറായിരിക്കുന്നു. ആകെ കൂടി എനിക്ക് മാറോട് ചേർത്ത് അണയ്ക്കാൻ തോന്നി. തങ്കം, ഞാൻ പോന്നു. എങ്ങനെയായാലും ഞങ്ങൾ കാമുകി കാമുകന്മാർ. ഞാനും വെറും ഒരു ചണ്ടിയല്ലേ. ഞാനും സ്നേഹിക്കുന്നു. എൻ്റെ ഈശ്വരി സരസ്വതി ദേവി. ഇന്ന് 2 മണിക്ക് ഒരു സംഭവമുണ്ടായി. എനിക്ക് പരിചയമുള്ള ഒരു നഴ്സ് എന്നെ വല്ലാതെ കാമഭ്രാന്തനാക്കി. സൗന്ദര്യമുള്ള മുഴുപ്പേറിയ മാദകമായ അരക്കെട്ട് എൻ്റെ ഹൃദയത്തെ പുകച്ചു. അവൾ ആ അരക്കെട്ടും നാഭിയും എന്നെ കാണിച്ചു. എന്ന് വെച്ചാൽ കരുതിക്കൂട്ടി കാണിച്ചു. ഞാൻ ചോദിച്ചു, മറ്റാരും കേൾക്കാതെ, വരുന്നോ? വരാം. ഞാനിരുന്നു വെന്തു. അവൾ കൈകൊണ്ട് കാണിച്ചു എവിടെ വരണമെന്ന് എഴുതി കൊടുക്കാൻ. ഞാൻ നാളെയാട്ടെ എന്ന് പറഞ്ഞു. നേരെ ദേവിയുടെ അടുത്ത് ചെന്നു. KSൻ്റെ വീട്ടിലിരുന്നു. ഉടനെ ദേവി വന്നു. KS ഇല്ലായിരുന്നു. KSൻ്റെ ഭാര്യയും അനുജത്തിമാരുണ്ടായിരുന്നു. ദേവി എന്നോടായിട്ട് മറ്റുള്ളവരോട് എന്ന പോലെ പറഞ്ഞു, ഇന്നലെ ഞാൻ കാവിൽ പോയിരുന്നു. കശുമാന്തോട്ടിൽ കയറി വഴി തെറ്റിപ്പോയി. കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു? KSൻ്റെ ഭാര്യയുടെ ചോദ്യം. ദേവി പറഞ്ഞു. എന്നിട്ട് വഴിക്ക് ഒരു വിറക് വെട്ടുകാരനെ കണ്ടു. അയാളുടെ പിറകെ പോയി. ഇന്നലെ അനുജൻ വന്ന് വിളിച്ചു, അത്യാവശ്യമായി വരണമെന്ന്. ഞാൻ പറഞ്ഞു, നമുക്ക് ചായ കുടിക്കാം. ചായയും പലഹാരവും ഞാൻ വരുത്തി. KSൻ്റെ ഭാര്യ വിളമ്പി. ദേവി പറഞ്ഞു, എനിക്ക് 2 ആളുടെ പങ്ക് വേണം. എന്നിട്ട് എന്നെ നോക്കി എനിക്ക് ഒരു പപ്പടവട തന്നു. അതിൻ്റെ പകുതി ദേവി കടിച്ചെടുത്തിട്ടാണ് തന്നത്. ഞാൻ പോന്നു. രാത്രി ആ നേഴ്സിനെ സ്വപ്നം കണ്ടു.